രജത് പട്ടിദാറാണ് ക്യാപ്റ്റനെങ്കിലും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്നാൽ വിരാട് കോഹ്ലിയാണ് ഇന്നും ആരാധകർക്ക്. പ്രഥമ IPL മുതൽ ഫ്രാഞ്ചൈസിക്കൊപ്പമുള്ള കോഹ്ലി കുറച്ചു കാലമായി നായകസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിലും ടീമിനെ മുന്നിൽ നിന്ന് തന്നെ നയിക്കുന്നുണ്ട്. പഞ്ചാബ് കിങ്സിനെതിരെ ഇന്നലെ 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം നേടിയപ്പോൾ കോഹ്ലിയുടെ റെക്കോർഡ് പ്രകടനം നിർണായകമാവുകയും ചെയ്തു. IPL-ൽ ഏറ്റവും കൂടുതൽ 50+ സ്കോറുകൾ നേടിയ കളിക്കാരനെന്ന റെക്കോർഡ് ഇന്നലത്തെ മാച്ചിലൂടെ കോഹ്ലി സ്വന്തം പേരിൽ എഴുതി ചേർത്തിട്ടുണ്ട്. 67 തവണ 50+ സ്കോറുകൾ നേടുന്ന ലോകത്തിലെ തന്നെ ആദ്യ കളിക്കാരനായി മാറിയിരിക്കുകയാണ് കോഹ്ലി. ഡേവിഡ് വാർണറുടെ 66 തവണയുള്ള 50+ സ്കോറുകൾ എന്ന റെക്കോർഡ് ഇന്നലത്തെ മാച്ചിലൂടെ കോഹ്ലിക്ക് വഴിമാറുകയായിരുന്നു. IPL 2025 സീസണിലെ തന്റെ 4ാമത്തെ അർദ്ധ സെഞ്ചുറി നേടിയാണ് കോഹ്ലി ചരിത്രം സൃഷ്ടിച്ചത്. 43 പന്തുകളിൽ ഈ നാഴികക്കല്ല് പിന്നിട്ട കോഹ്ലി 54 പന്തിൽ 73 റൺസ് നേടി വിജയം വരെ ക്രീസിൽ തുടർന്നു. IPL-ൽ കോഹ്ലിയുടെ പേരിൽ 59 അർദ്ധ സെഞ്ചുറികളും 8 സെഞ്ചുറികളുമുണ്ട്. 158 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗ് ആരംഭിച്ച കോഹ്ലി അനായാസമാണ് മുന്നോട്ട് നീങ്ങിയത്. കുറഞ്ഞ റൺ റേറ്റ് മതിയെന്നതിനാൽ റിസ്കി ഷോട്ടുകൾക്ക് മുതിർന്നില്ല. ഫിലിപ്പ് സാൾട്ട്, ദേവ്ദത്ത് പടിക്കൽ, രജത് പട്ടിദാർ എന്നിവരുടെ വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി RCB ജയിച്ചു കയറി. ആദ്യ ഓവറിൽ ഫിലിപ്പ് സാൾട്ടിനെ നഷ്ടമായെങ്കിലും തുടർന്നെത്തിയ ദേവ്ദത്ത് പടിക്കൽ കോഹ്ലിക്കൊപ്പം സ്കോർ ബോർഡ് ചലിപ്പിച്ചു. 12.3 ഓവറിൽ ടീം സ്കോർ 109 എത്തിയ ശേഷമാണ് ദേവ്ദത്ത് പുറത്തായത്. 35 പന്തിൽ 61 റൺസ് എടുത്തു. 4 സിക്സറുകളും 5 ബൗണ്ടറികളും പായിച്ചു. ശേഷമെത്തിയ രജത് പട്ടിദാർ 13 പന്തിൽ 12 റൺസുമായി മടങ്ങിയെങ്കിലും ജിതേഷ് ശർമ്മ പുറത്താവാതെ നിന്നു. 7 പന്തുകൾ ശേഷിക്കെ 7 വിക്കറ്റ് വിജയവും കൊയ്തു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത പഞ്ചാബിന് RCBയുടെ ബൗളിംഗിന് മുന്നിൽ ചെറിയ സ്കോറാണ് നേടാൻ കഴിഞ്ഞത്. 20 ഓവർ ബാറ്റ് ചെയ്തിട്ടും 6 വിക്കറ്റിന് 157 റൺസ് ലഭിച്ചുള്ളൂ. പ്രഭ്സിമ്രാജ് സിംഗ് 33, ശശാങ്ക് സിംഗ് 31, മാർക്കോ ജോൺസൺ 25, പ്രിയാൻഷ് ആര്യ 22 എന്നിവരാണ് കൂടുതൽ റൺസ് നേടിയവർ. ശ്രേയസ് അയ്യർ 6 റൺസിനും നെഹൽ വധേര 5 റൺസിനും മാർക്കസ് സ്റ്റോയിനിസ് 1 റൺസിനും പുറത്തായി. RCBക്ക് വേണ്ടി കൃണാൽ പാണ്ഡ്യ, സുയാഷ് ശർമ്മ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തിയിരുന്നു. RCBയുടെ വിജയത്തിന് ശേഷം മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചതിൽ വിരാട് കോഹ്ലി ആശ്ചര്യം പ്രകടിപ്പിച്ചതും ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായി കഴിഞ്ഞു. RCB 7 വിക്കറ്റിന് വിജയിച്ച മാച്ചിൽ കോഹ്ലി 54 പന്തിൽ പുറത്താവാതെ 73 റൺസ് നേടിയിരുന്നു. എന്തുകൊണ്ടാണ് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് തനിക്ക് നൽകിയതെന്ന് അറിയില്ല എന്നായിരുന്നു മത്സരശേഷം കോഹ്ലിയുടെ പ്രതികരണം. സഹതാരം ദേവ്ദത്ത് പടിക്കലിനാണ് മത്സരത്തിലെ മികച്ച കളിക്കാരനുള്ള പുരസ്കാരത്തിന് തന്നേക്കാൾ അർഹതയെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ചണ്ഡീഗഡിലെ മുള്ളൻപൂരിൽ നടന്ന മത്സരത്തിൽ RCBയുടെ ടോപ്പ് സ്കോറർ കോഹ്ലി തന്നെയാണ്. കോഹ്ലി പുറത്താവാതെ 73 റൺസ് നേടിയപ്പോൾ ദേവ്ദത്ത് പടിക്കൽ ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ 61 റൺസാണ് നേടിയത്. എന്നാൽ ടീമിന്റെ ഇന്നിംഗ്സ് ഭദ്രമാക്കുന്നതിനും സഹതാരങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുമാണ് കോഹ്ലി ഊന്നൽ നൽകുന്നത്. 35 പന്തിൽ നിന്ന് 61 റൺസ് നേടിയ ദേവ്ദത്ത് 5 ഫോറുകളും 4 ബൗണ്ടറികളും അടക്കം 174.29 എന്ന സ്ട്രൈക്ക് റേറ്റ് നേടിയിരുന്നു. 7 ഫോറുകളും 1 സിക്സറും സഹിതം 135 എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. RCBയുടെ മൊത്തത്തിലുള്ള പ്രകടനത്തെയും ആക്രമണാത്മക ശൈലിയെയും കോഹ്ലി പ്രശംസിച്ചിരുന്നു. ടീം അംഗങ്ങളുടെ പോരാട്ട വീര്യം കാണാൻ ശരിക്കും സന്തോഷമുണ്ടെന്നും അങ്ങനെ കളിക്കുമ്പോൾ വിജയസാധ്യത കൂടുതലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട മത്സരമായിരുന്നു ഇതെന്നും ഈ വിജയം പോയിന്റ് പട്ടികയിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുമെന്നും ഓരോ കളിയിലും 2 പോയിന്റുകൾ നേടുക എന്നതായിരിക്കണം മാനസികാവസ്ഥ എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്.